ദീപക്, യഥാർത്ഥത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താതെയാണ് വനമന്ത്രി ഇത്തരമൊരു പ്രസ്താവന 24 നടത്തിയത് എന്നാണ് KPCC അധ്യക്ഷന്റെ ആക്ഷേപം. ഇത് രാഷ്ട്രീയ ആരോപണമാണ് സണ്ണി ജോസഫ് പറയുന്നതും അല്ലെങ്കിൽ വനമന്ത്രി പറയുന്നതും. പക്ഷേ വനമന്ത്രി പ്രാഥമികമായി ഇതിലെ വിവരശേഖരണം നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇന്നലെ രാത്രി അദ്ദേഹം 24 പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്, അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്നുള്ളതാണ്. അതായത് ഇന്നലെ തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാമായിരുന്നു. പക്ഷെ അത് AK ശശീന്ദ്രൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം കടുപ്പിച്ചു പറഞ്ഞു, ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, അതേക്കുറിച്ചും സംശയിക്കുന്നു, അതേക്കുറിച്ചും പോലീസ് അന്വേഷിക്കണമെന്ന്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. അതിൽ വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ആ വൈസ് പ്രസിഡന്റിനെ സംശയത്തിന്റെ നിഴലിൽ ഗോവിന്ദൻ മാസ്റ്റർ നിർത്തുകയാണ് ഉണ്ടായത്. ആ വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആ വാർഡിന്റെ മെമ്പറാണ്. അദ്ദേഹം അറിയാതെയാണോ ഇത് നടന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷെ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പ്രതി ഉൾപ്പെടെയുള്ളവരുമായി വാർഡ് മെമ്പർക്ക് ബന്ധവും സൗഹൃദവും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് പോലീസിന് അല്ലെങ്കിൽ രാഷ്ട്രീയമായി CPM-ന് ഇത് UDF ബന്ധത്തിലേക്ക് ഈ സംഭവത്തെ എത്തിക്കാൻ എളുപ്പമാകും എന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. താങ്ക് യു ദീപക് ധർമ്മടം.